നമസ്കാരം കൂട്ടുകാരെ, ഞാൻ ശ്രീനി മഞ്ചേരി. പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ 40 ഡിഗ്രിയിലുള്ള ഫ്രീ സാറ്റ് ചാനലുകളാണ് നോക്കുന്നത്. 40 ഡിഗ്രിയുടെ LNB പൊസിഷനാണ് ഞാൻ കാണിക്കുന്നത്. ക്ലോക്കിൽ നമുക്ക് സമയം നോക്കുകയാണെങ്കിൽ 5 മണി വരുന്ന രീതിയിലാണ് LNBയുടെ സ്ക്യൂ വരുന്നത്, വയറ് കണക്ട് ചെയ്യുന്ന ഭാഗം. അപ്പോൾ നമ്മൾ ഡിഷിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് നിൽക്കുമ്പോൾ 5 മണി എന്ന രീതിയിൽ LNB സ്ക്യൂ അഡ്ജസ്റ്റ് ചെയ്യുക. ഇത് നമുക്ക് ചെറിയ ഡിഷിൽ വരെ ഈ സാറ്റലൈറ്റ് നമുക്ക് ലഭിക്കുന്നതാണ്. KU ബാൻഡ് ഡിഷിൽ KU ബാൻഡ് LNB ഉപയോഗിച്ചുകൊണ്ട് ചെറിയ 2 അടിയുടെ ഡിഷിൽ വരെ നമുക്ക് ഈ ചാനലുകൾ ക്യാച്ച് ചെയ്യാം. ഇന്ന് ഞാൻ ഈ ബോക്സ് പരിചയപ്പെടുത്താം. ഇത് നമ്മൾ മുമ്പും ഇതിൻ്റെ ബോക്സ് വീഡിയോ അൺബോക്സിങ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ബോക്സിൽ മാത്രം ഓപ്പൺ ആവുന്ന ചില ചാനലുകളുണ്ട്. ഈ ബോക്സിൻ്റെ പ്രത്യേകതയും ഞാനിന്ന് പറയാം. ഈ ബോക്സിൻ്റെ മോഡൽ നമ്പറാണ് സോളിഡ് 6165 6165. ഈ ബോക്സിൽ നമ്മൾ ഇന്ന് 40 ഡിഗ്രിയിലുള്ള KU ബാൻഡ് ചാനലുകൾ ട്യൂൺ ചെയ്യുന്നു. ഇത് മുമ്പ് 93.5 ചാനലുകൾ ഷിഫ്റ്റായി 40 ഡിഗ്രിയിലേക്ക് വന്നിരിക്കുകയാണ്. ശ്രീലങ്കൻ DTH ആയ ഫ്രീ സാറ്റ് DTHൽ നിന്നും നമുക്ക് ഫ്രീ ആയി ലഭിക്കുന്ന ചാനലുകളാണ് ഇതിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതിൽ HD ചാനലുകളും ഉൾപ്പെടുന്നു. HD ചാനലുകളും SD ചാനലുകളും നമുക്ക് സൗജന്യമായി ലഭിക്കുന്നു. ഇന്ന് നമ്മൾ ബോക്സ് ട്യൂൺ ചെയ്യുമ്പോൾ പേ ചാനൽ ഉൾപ്പെടെ ട്യൂൺ ആവുന്ന രീതിയിലാണ് സ്കാനിങ് കൊടുത്തിട്ടുള്ളത്. ഇതിലാദ്യമായി ട്യൂണായി വന്ന ഈ സിൻറ്റര എന്ന് പറയുന്ന ചാനൽ ഓൾറെഡി ഇതിലുണ്ടായിരുന്ന വർഷങ്ങളോളം ഇതിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ചാനലാണ്. അതും ഫ്രീ ചാനലാണ്. അത് റഷ്യ ടുഡേ പ്രോഗ്രാമുകളാണ് ഇതിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ടോട്ടൽ 51 ചാനലുകൾ ഈ സാറ്റലൈറ്റിൽ നിന്നും ട്യൂണായി വന്നിട്ടുണ്ട്. 51 ചാനലുകളിൽ കാണുന്ന ചാനലുകൾ മാത്രം, പിക്ചർ കാണുന്ന ചാനലുകൾ മാത്രം ഞാൻ ഓർഡർ ആക്കിയിട്ടുണ്ട്, എഡിറ്റ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങളൊന്ന് കാണിക്കാം. ഒന്നാമത്തെ ചാനൽ ഹിറ്റ്സ് HD മ്യൂസിക് ചാനലാണ്. HD ചാനലാണ്. നല്ല വെടിച്ചിൽ പോലത്തെ മ്യൂസിക്, ഇംഗ്ലീഷ് മ്യൂസിക് ചാനലാണ്. രണ്ടാമത്തെ ഫാഷൻ TV HD, NHK HD, അൽ ജസീറ HD, ABC ഓസ്ട്രേലിയ HD. ഇങ്ങനെ 5 HD ചാനലുകൾ നമുക്കിതിൽ സൗജന്യമായി ലഭിക്കുന്നുണ്ട്. HD ചാനലുകൾ ഉള്ള ചാനലുകളെല്ലാം പക്ക നല്ല സൂപ്പർ ക്ലാരിറ്റിയാണ് ഈ ചാനലിൻ്റെ ഒരു പ്രത്യേകത. എല്ലാ ചാനലുകളും HD ചാനലുകൾ മൊത്തം സൂപ്പർ ക്ലാരിറ്റിയാണ്. ഫുൾ HD ക്ലാരിറ്റിയിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. 6ാമത്തെ ചാനലുകൾ മുതൽ നോർമൽ ചാനലുകളാണ്. TV5 മൊണ്ടേഷ്യ, യൂറോ ന്യൂസ്, CGTV, വിയോൺ, KBS വേൾഡ്, KBS കൊറിയ, റഷ്യ ടുഡേ, DW, അരിരംഗ് വേൾഡ്, 9X മ്യൂസിക്, ചിത്തിരം തമിഴ് ചാനലാണ്, DD സ്പോർട്സ്, ആദവൻ തമിഴ് ചാനലാണ്, ശ്രീ ദളട ശ്രീലങ്കൻ ചാനലാണ്, സിൻറ്റര എന്ന് പറഞ്ഞിട്ട് റഷ്യ ടുഡേയുടെ ചാനലും. ഇങ്ങനെ 20 ചാനലുകളാണ് നമുക്ക് ഈ സാറ്റലൈറ്റിൽ ഫ്രീ ആയിട്ട് ട്യൂണായി വന്നിട്ടുള്ളത്. 51 ചാനലുകളിൽ 20 ചാനലുകൾ നമുക്ക് ഓപ്പൺ ആവുന്നുണ്ട്. ഫ്രീക്വൻസി, സിമ്പിൾ റേറ്റ്, പോളാരിറ്റി ഒക്കെ ഒന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. 116/38 ഫ്രീക്വൻസി, സിമ്പിൾ റേറ്റ് 32,729 അല്ലെങ്കിൽ 730. മറ്റൊന്ന് 114/71 32,729. ഇനി മറ്റ് ചാനലുകളൊന്നും ഇല്ല എങ്കിലും ഈ ഹിറ്റ്സ് HD എന്ന് പറയുന്ന ചാനൽ അത്രയേറെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ചാനലാണ്. മ്യൂസിക് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് വളരെ ഉപകാരപ്രദമാവുന്ന നല്ല ഒരു മ്യൂസിക് ചാനലാണ് ഇത്. ഈ ചാനൽ ഉള്ളിടത്തോളം കാലം ഈ സാറ്റലൈറ്റ് നമുക്ക് ട്രാക്ക് ചെയ്ത് കാണുന്നതിൽ ഒരു നഷ്ടവുമില്ല. അപ്പോൾ ഇനി ഈ സെറ്റ് ബോക്സ് 6165 ബോക്സിൽ മാത്രമേ ഇത് ഓപ്പൺ ആവുകയുള്ളൂ.
അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വില കൂടിയ 4K ബോക്സുകൾ ഇതിനായി ആവശ്യമാണ്. ഇത് 10 ബിറ്റ് സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഈ ചാനലുകൾ ഇതിൽ നമുക്ക് ഓപ്പണായി കാണുന്നത്. നിലവിൽ ഈ ബോക്സുകൾ അവൈലബിൾ ആണ്, വിൽപ്പനയ്ക്കുള്ളതാണ്. അപ്പോൾ താല്പര്യമുള്ള ആളുകൾ എൻ്റെ കോൺടാക്റ്റ് നമ്പറിൽ ബന്ധപ്പെടുക. നിങ്ങൾക്ക് കൊറിയർ വഴി ഈ ബോക്സുകൾ അയച്ചു കൊടുക്കുന്നതാണ്. ഇനി ആരെങ്കിലും സെറ്റപ്പ് ബോക്സുകൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള അപ്ഡേഷൻ വരുന്ന ഏറ്റവും പുതിയ ടെക്നോളജി 10 ബിറ്റ് സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ 4K ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന ബോക്സുകൾ വാങ്ങാൻ ശ്രമിക്കുക. എങ്കിൽ നമുക്ക് കൂടുതൽ ഇതുപോലുള്ള ചാനലുകൾ ഓപ്പൺ ചെയ്ത് കാണാവുന്നതാണ്. അതുപോലെ നിങ്ങൾക്ക് ഡിഷ് ട്രാക്ക് ചെയ്യാനും കൂടുതൽ LNBകളൊക്കെ കണക്ട് ചെയ്യാനും ഉപയോഗിക്കുന്ന ഡൈ6 സ്വിച്ചുകളും സ്പ്ലിറ്ററുകളും 4 ഔട്ട് 8 ഔട്ടിൻ്റെയൊക്കെ ഡൈ6 സ്വിച്ചുകളും അവൈലബിൾ ആണ്. നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്ന ഏതെങ്കിലും പ്രോഡക്റ്റ് ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ കോൺടാക്റ്റ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് ഈ സാറ്റലൈറ്റ് ട്രാക്ക് ചെയ്യുന്നതിൽ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ നിർദ്ദേശങ്ങളായി കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.